ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, ഒരു കുഞ്ഞു യാത്രയാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ജോഗ് ഫാൾസിലേക്കാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ജോഗ് ഫാൾസ് ആണ് കേട്ടോ. ഞാനിന്നിട്ട് ഇന്നലെ ഇങ്ങനെ ജോഗ് ഫാൾസ് പ്ലാൻ ആയ ഉടനെ ജോഗ് ഫാൾസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വിക്കിപീഡിയയിൽ നോക്കിയപ്പോഴേക്കും ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ജോഗ് ഫാൾസ് അല്ല, ഏറ്റവും വലിയ ഫാൾസ് അതും ഷിമോഗ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ്, കുറിഞ്ചിക്കൽ ഫാൾസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ അവിടെ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ജോഗ് ഫാൾസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ആ ഫാൾസിൽ പോകാമെന്ന്. പക്ഷേ ആ ഫാൾസിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേക്കും അങ്ങോട്ട് പോകേണ്ട വഴീനെ കുറിച്ച് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഒരു 170 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ആ കുറിഞ്ചിക്കൽ ഫാൾസ്. പക്ഷേ അല്ല, കുഞ്ചിക്കൽ ഫാൾസ്. പക്ഷെ ജോഗ് ഫാൾസ് വന്നിട്ട് പക്ഷെ ജോഗ് ഫാൾസ് ഇവിടുന്ന് 180 കിലോമീറ്റർ ഉണ്ട്. ജോഗ് ഫാൾസും ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ്. നമ്മൾ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ സമയം 8 മണിയായി. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് അമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ്, അനിത്തമ്മയുടെ വീട്. എൻ്റെ വീഡിയോസ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് കാണുന്നവർക്കറിയാം, അനിത്തമ്മേനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അനിത്തമ്മയുടെ വീടും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അനിത്തമ്മേനെയും ചാച്ചേനെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം നമുക്ക് കണ്ണും അമ്മയും അശ്വിനും ഞാനും ഉണ്ട്. നമ്മൾക്ക് പോകുന്ന വഴിയൊക്കെ കണ്ടുകൊണ്ട് പോവാം. പിന്നെ ജോഗ് ഫാൾസ് കാണാത്തവർക്ക് ജോഗ് ഫാൾസ് കാണാമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അമ്മ അവിടെ ഉണ്ട്, കണ്ണുണ്ട്, അശ്വ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഹൈവേയിലേക്ക് കയറാണ്. ഇത് NH4 ആണ്, ബാംഗ്ലൂർ പൂനെ ഹൈവേ. ഇത് നമുക്ക് ഇതുവഴി കുറച്ച് പോയാൽ മതി. ഇതുവഴി കുറച്ച് പോയിട്ട് നമുക്ക് ഷിമോഗ റോഡിലേക്ക് ഡൈവേർഷൻ എടുക്കണം. നമുക്കൊരു 12 കിലോമീറ്റർ ഈ ഹൈവേയിൽ പോയി കഴിഞ്ഞാൽ അനിത്തമ്മേൻ്റെ വീടെത്തും, ഹരിഹർ എന്ന് പറഞ്ഞ്. അനിത്തമ്മേൻ്റെ വീട് ഹരിഹര എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഹരിഹർ ഓർ ഹരിഹര. ഹരിഹരയിലൊക്കെ കുറേ മലയാളീസൊക്കെ ഉണ്ട്, അവിടെ ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് അവരെയും പിക്ക് ചെയ്ത് അവിടെ നിന്നാണ് നമുക്ക് ഷിമോഗയിലേക്കുള്ള റോഡ് വരിക. ആ റോഡൊരു സ്റ്റേറ്റ് ഹൈവേ ആണ്, നാഷണൽ ഹൈവേ അല്ല, സിംഗിൾ ട്രാക്കാണ്. നമുക്ക് നോക്കാം. ಅದಿದ್ರೆ ದೊಡ್ಡ ಗಾಡಿ ಇದ್ರೆ ಅದ್ರ 2 ತಾಸು ಅಟ್ಲೀಸ್ಟ್ ಅಂದ್ರೆ 2.5 ಅದ್ರಾಗಂತ್ರ ಬಹಳ ಸರಿ ಅಷ್ಟು. ಇದು ಸ್ವಲ್ಪ ರೋಡ್ നമ്മളിപ്പോൾ ഒരു 40 കിലോമീറ്റർ വന്നു. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ടൗൺ ആണ്, പക്ഷെ നല്ല ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് എവിടെയെങ്കിലും കഴിക്കാം, കാരണം ജോഗിൻ്റെ അടുത്ത് നമുക്ക് നല്ല ഫുഡും കാര്യങ്ങളൊന്നും കിട്ടില്ല. നമ്മളൊരു അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, അപ്പം മിക്കവാറും അമ്പലത്തിൽ പ്രസാദമായിരിക്കും. നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ഇത് നോക്കാം. ഒരു ചെറിയൊരു ഉടുപ്പി ഉപ്പാഹര എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഷോപ്പ് കണ്ടു. അപ്പോൾ ഇവിടെ കഴിക്കാൻ കയറാണ്. അശ്വിൻ വരുന്നുണ്ട്, അമ്മയും അനിത്തമ്മയും പോയി. ചാച്ച സ്ഥലം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. എല്ലാവരും ഇഡ്ഡലി വട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വാങ്ങിച്ചു, പിന്നെ ഒരു കേസരി ബാത്ത് വാങ്ങിച്ചു. ಅವ್ರಿಗೆ ಹಂಗೆ ಸಮಸ್ಯೆಗಳಿರ್ತವೆ. ഈ പുഴയാണ് ജോഗ് ഫാൾസിൽ വരുന്നത്, ശരാവതി. ഇതാണ് ചാച്ച, ഇതാണ് ജോഗ് ഫാൾസ്. ഇത് വലിയൊരു പുഴയാണ് കേട്ടോ, ശരാവതി എന്നാണ്. ഷിമോഗയിലുള്ളവർക്കൊക്കെ അറിയുണ്ടാവും ശരാവതി, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇത് നമ്മുടെ എൻട്രൻസ് ആണ്. ഇവിടുന്ന് ഒരു GPS-ൽ ഒരു 7 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു 3 കിലോമീറ്ററിൻ്റെ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. നോക്കട്ടെ, എനിക്ക് ഉറപ്പില്ല. അങ്ങ് അവിടെ ഫോഗ് കാണാൻ പറ്റുന്നില്ലേ? ഇതുപോലെ ആയിരിക്കും കേട്ടോ. നല്ല മഴയൊക്കെ ആണെങ്കിൽ ആ വെള്ളച്ചാട്ടം കാണാനേ പറ്റില്ല എന്നാണ് പറയുന്നത്. മൊത്തം ഫോഗായിരിക്കുന്ന, നമ്മൾ വരുന്ന വഴി മൊത്തം നല്ല മഴയായിരുന്നു. ഇതുപോലെ ഇനിയിപ്പോൾ എനിക്കൊന്ന് കാടിനകത്തേക്ക് കൂടെയാണ് നമുക്ക് അകത്തേക്ക് പോകേണ്ടത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. എന്താ പറയുക, ഇതിപ്പോൾ ഞാനായിട്ട് ഇനീഷ്യേഷൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്തായിട്ടും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അനിത്തമ്മയും ഹസ്ബൻഡും ചാച്ച, നമ്മൾ ചാച്ച എന്നൊക്കെ വിളിക്കാം,
ചാച്ച അഡ്വക്കേറ്റ് ആണ്. ചാച്ച ആദ്യമൊക്കെ ഞാൻ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ചാച്ചനെ ഭയങ്കര പേടിയായിരുന്നു. കാരണം ചാച്ച കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തത് അത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് തട്ടിക്കറി സംസാരിക്കും, ഞാൻ തന്നെ പോയിട്ട് സംസാരിക്കും. ഞാൻ ചാച്ചനെ വെറുതെ ഇരിക്കാൻ വിടില്ല. അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചാച്ച എന്ന് വെച്ചാൽ ഓഫീസ് റൂമിലൊക്കെ പോയിട്ട് ഞാൻ കുറേ സംസാരിക്കും കേട്ടോ. അപ്പോൾ ചാച്ചയ്ക്ക് എന്നെ അതുകൊണ്ട് ഭയങ്കര കാര്യമാണ് ആദ്യം മുതലേ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ കൂടെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ എല്ലാവർക്കും ഞാനിങ്ങനെ ഒത്തിരി സംസാരിക്കുന്നതുകൊണ്ട് ഇവൻ്റെ ഫുൾ ഫാമിലി എനിക്ക് ഭയങ്കര ക്ലോസ് ആണ്. അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അപ്പോൾ ഇന്ന് അങ്ങനെ എല്ലാവരുടെയും ഒരു സമയം കിട്ടി. പിന്നെ അച്ഛനും അമ്മമ്മയും എന്തുകൊണ്ട് വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു തണുപ്പും മഴയൊക്കെ ആകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് രണ്ടുപേർക്കും. അതുകൊണ്ടാണ് അവർ വരാത്തത്. ഇനിയിപ്പം വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവരെയും കൊണ്ടുപോകണം. അങ്ങനെ നമ്മളിത് നല്ലൊരു ഒരു ഫാമിലി ടൈം. ഞാൻ പിന്നെ യാത്ര ചെയ്യുന്ന സമയത്തൊന്നും കാറിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് സംസാരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ എന്താ സംസാരിക്കുക, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത്. പിന്നെ വരുന്ന വഴിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം സ്റ്റേറ്റ് ഹൈവേ അല്ലേ, സിംഗിൾ ട്രാക്കാണ്. എന്താ പറയുക, സാഗര എന്നൊക്കെയാണ് കേട്ടോ. സാഗര വഴിയാണ് നമ്മൾ വരിക. ഷിക്കാരിപ്പുര, സാഗര. നമുക്ക് അവിടെ നിന്ന് വരുമ്പോൾ ഷിക്കാരിപ്പുര, സാഗര, ജോഗ് ഫാൾസിലേക്ക് വരും. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി. എനിക്കുണ്ടല്ലോ മഴയത്ത് തന്നെ ഇവിടെ ജോഗിൽ വരണമെന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഈ ജോഗിൻ്റെ ആക്ച്വൽ ബ്യൂട്ടി കാണാൻ പറ്റുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം കുറേ നാൾ മുന്നേ കോളേജ് ടൈമിൽ വന്നിട്ടുണ്ട്. കാരണം മഴയില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഭയങ്കര ഡ്രൈ ആകുമ്പോൾ നമുക്കൊന്നും ആ വെള്ളം കാണാൻ പറ്റില്ല. പിന്നെ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ മൊത്തം ഇങ്ങനെ ഫോഗായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇതാണ് പെർഫെക്റ്റ് ആണ്. പല്ലെല്ലാത്തിലും തകോളണം. ഓക്കെ, നമ്മൾ വന്നതൊരു റോങ് ടൈം ആയോന്ന് അറിയില്ല. മൊത്തത്തില് ഫോഗ് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ദാവൺഗിരി അധികം മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇവിടെയും കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ജൂലൈ സമയത്തൊന്നും ഇങ്ങോട്ട് പ്ലാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു ടൈം ആകുമ്പോൾ കുറച്ച് മഴ കുറയുമല്ലോ, അപ്പോൾ ഇങ്ങനെ ഫോഗ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഫോഗ് വരുന്നത് ഈ വാട്ടർഫോൾസിൻ്റെ അത്രയും ഫോഴ്സ് കൊണ്ടാണ് ഇതുപോലെ ഫോഗ് വരുന്ന പറയണേ. ഇനിയും കുറച്ച് സമയത്ത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം മൊത്തം ഫോഗായിട്ട് നിറയുന്ന കേട്ടോ പറയണേ. ഇത് ആക്ച്വലി ഞാനിപ്പോൾ വീണ്ടും വിക്കിപീഡിയ നോക്കിയിട്ടോ. ഇത് 3rd ലാർജസ്റ്റ് വാട്ടർഫോൾ ആണ് ഇന്ത്യയിലെ. പിന്നെ ഞാൻ പഠിക്കുമ്പോഴൊക്കെ എനിക്കൊന്ന് ജനറൽ നോളജൊക്കെ പഠിച്ച സമയത്ത് ജോഗായിരുന്നു ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇന്ത്യയിൽ. പക്ഷേ ഇപ്പോൾ ഇത് തേർഡ് റാങ്കാണെന്നാണ് പറയണത് ഇതിന്. പിന്നെ ഇത് ടോട്ടൽ 830 ഫീറ്റ് ഹൈറ്റിലാണ് ഇത് വരുന്നത്. ഇതിൽ ടോട്ടൽ 4 ഫാൾസ് ഉണ്ട് കേട്ടോ പറയണേ. രാജ, റാണി, അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട്. 4 ഫാൾസ് ഉണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, എനിക്കിനി ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പം ഇത്രയും ഫോഗ് ഇല്ലെങ്കിൽ നമുക്ക് 4 ഫാൾസും ഒരുമിച്ച് കാണാൻ പറ്റും. പക്ഷേ ഇപ്പം ഇതുപോലെ ഫോഗ് ആയതുകൊണ്ട് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ഫോളൊക്കെ കാണാൻ പറ്റുന്ന പറയണേ. ഈ ഫോഗ് ഇപ്പം പോകണമെങ്കിൽ ഒന്നെങ്കിൽ നല്ല മഴ വരണം, അല്ലെങ്കിൽ നല്ല കാറ്റ് വരികയാണെങ്കിൽ ഈ ഫോഗ് ഇങ്ങനെ മൊത്തത്തിൽ പോകുന്ന പറയണേ. പക്ഷേ കഴിഞ്ഞ 15 ദിവസമായിട്ട് ഇവിടെ അവസ്ഥ ഇതുപോലെ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഫോഴ്സിൽ വെള്ളം വരുന്നതുകൊണ്ടാണ് ഇതുപോലെ ഫോഗ് വരുന്നത്. അപ്പോൾ ഡാമൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ ഫോഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കണ്ട് എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഓടി വന്നിട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണിതാ ഇതുപോലെ 4 ഫാൾസ് ഉണ്ട് ടോട്ടല്. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ ഒന്ന് മാത്രമേ കാണാൻ പറ്റൂ. ഒന്നും രണ്ടാമത്തതും കുറച്ച് കാണുന്നുണ്ട്. ഇനി വേറൊരു ഡാം കൂടി ഉണ്ട്. ആ ഡാം നിറയുകയാണെങ്കിൽ അതുകൂടി അവർ ഓപ്പൺ ചെയ്ത് വിടുന്ന കേട്ടോ പറയണേ. നമ്മളിവിടെ അന്വേഷിച്ചു. ഇപ്പോൾ ഒരു 15 ദിവസമായി ആ ഡാമിൻ്റെ ഗേറ്റ് ഓപ്പൺ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 15 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര ഫോഗാണ്. നിങ്ങൾക്കിതിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കും എൻ്റെ സ്വന്തം കണ്ണിൽ എനിക്ക് വളരെ കുറച്ച് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ ഇവിടെ വരെ നിങ്ങളെ ഇത് കാണിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് കാണിക്കാണ്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാനും ഇത്രയും ആൾക്കാരുടെ കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എനിക്കും ആ ഒരു കാണിക്കാൻ പറ്റും, കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. കാരണം ഇത്രയും ദൂരം വന്നിട്ട് ഇത് കാണാണ്ട് പോകാൻ ഭയങ്കര സങ്കടമല്ലേ. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാണിച്ചില്ലെങ്കിൽ എനിക്ക് അതിനേക്കാളും സങ്കടം. ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ പേടിയാവുന്നു. കാരണം നല്ല ഫോഴ്സിലല്ലേ വെള്ളമൊക്കെ. 16 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഡാം ഓപ്പൺ ചെയ്തത്. കാരണം ഈ വർഷം അത്രയും കൂടുതൽ മഴ കിട്ടിയതുകൊണ്ടാണ് ഈ വർഷം അവർ ആ ഡാം ഓപ്പൺ ചെയ്തത് കേട്ടോ.
ഈ ഫോൾസിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എവിടെയോ എന്താ പറയുക കൊടൈക്കനാലോ ഊട്ടിയിലോ മറ്റേതെങ്കിലും ഒരു വ്യൂ പോയിന്റ് പോയി നിൽക്കുന്നത് പോലെ തോന്നുള്ളൂ. അതിൻ്റെ പുറകിൽ ഫോൾസ് മാത്രം കാണുന്നില്ല. പക്ഷെ വേറെ ലൊക്കേഷനിലേക്ക് പോവാണ്. ನಿಂಗೆ ಸಿಟ್ಟು ಬರ್ತಿದ್ದೇನಾ? ಯು ಗೆಟಿಂಗ್ ಆಂಗ್ರಿ? അശ്വിക്ക് പേഷ്യൻസ് പോവാണ്. കാരണം അശ്വിൻ ഒന്നും കാണാൻ പറ്റില്ല. അശ്വ പറഞ്ഞു നമുക്ക് പോവാം, നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോവാന്ന് പറഞ്ഞിട്ട് തിരക്ക് പഠിക്കുന്നത്. അശ്വ ആർ യു ഇംപേഷ്യൻസ് ഓൾ? റീനിങ്ങാ? ഓക്കേ, നമ്മൾ കടയുണ്ട് കഴിഞ്ഞു. ഫോൾസ് കണ്ടിട്ട് അതിൻ്റെ അടുത്തൊരു ടെമ്പിൾ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. ഇത് മഹാത്മാഗാന്ധി ഹൈഡ്രോ ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ആ ഒരു ഏരിയ ആണ്. ഇവിടെ വരാൻ എക്സ്ട്രാ പെർമിഷനൊക്കെ വേണം. അവിടെ നമുക്ക് ആ റോഡിൻ്റെ എൻട്രിയിൽ തന്നെ നമുക്ക് അവിടെ പാസ്സൊക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ എടുത്തു. ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ കയറിപ്പോയി നമുക്ക് ആ ടെമ്പിൾ എത്തും. ആ ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഈ ടെമ്പിളിൻ്റെ പേര് പളയ പത്മാവതി എന്നാണ്. ഇതാണ് ടെമ്പിൾ. നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈം വരികയാണേ. അനിത്തമ്മ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്നിട്ടില്ല. അമ്മ ഫസ്റ്റ് ടൈമാണ്. അനിത്തമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അനിത്തമ്മ ഇങ്ങനെ പറഞ്ഞു ഇവിടെ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം വരണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാനും ഇപ്രാവശ്യം പ്ലാൻ ചെയ്ത് വന്നാൽ എനിക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റതുകൊണ്ട് ഉറക്കം വരുന്നു. ശ്രീ ബളെ പത്മാവതി അമ്മനവര ടെമ്പിൾ മൂലസ്ഥാന. ഇവിടെ എന്തോ വളയാ പോലും ഇങ്ങനെ കൊടുക്കുക. വളയാണ് പ്രാർത്ഥിക്കുക എന്നെന്തോ പറയണേ. എനിക്ക് കന്നഡ വായിക്കാൻ പറ്റില്ല കേട്ടോ, ഞാനും ഇംഗ്ലീഷാണ് വായിച്ചേ. ഇതാണ് അമ്പലം. അശോ ಹೆಂಗೆ ಅನಿಸ್ತಿದೆ? ಹೌ ಇಸ್ ದ ಟ್ರಿಪ್ ಸೋ ಫಾರ್? അശ്വിന് ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ യാത്രകളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അശ്വിന് നമ്മൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്തിട്ട് സ്റ്റേക്കേഷന് പോകുന്നതൊക്കെയാണ് അശ്വിന് ഇഷ്ടം. ഈ അമ്പലം വിസിറ്റും കാര്യങ്ങളൊന്നും അശ്വിന് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്ലാനായിരുന്നു ഇവരെയൊക്കെ കൂട്ടിയിട്ട് വരണമെന്ന്. ആക്ച്വലി ഈ അമ്പലം എന്ന് പറയുന്നത് ഏത് ജൈന അല്ലേ? ജെയിൻസിൻ്റെ അമ്പലമാണ് കേട്ടോ ഇത്. നമ്മുടെ ജെയിൻസിൻ്റെ ദിഗംബര എന്ന് പറഞ്ഞ ഒരു അത് അവരല്ലേ അവർ ദൈവമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ദിഗംബര എന്ന് പറഞ്ഞവരുടെ അമ്മയാണ് ഈ പാർവതി എന്നാട്ടോ പറയണേ. അല്ല സോറി, പത്മാവതി. പാർവതി അല്ല, പത്മാവതി. അപ്പോൾ അവരുടെ ടെമ്പിളാണ്. ഇവിടെ കൂടുതലും ജെയിൻസ് ആണ് കേട്ടോ വരിക. ഇതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ചാച്ച പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി. പിന്നെ അവിടെ ഒരു ഇങ്ങനെ ഈ ദിഗംബര അവരുടെ ഒരു വലിയൊരു മൂർത്തി കാണുന്നുണ്ട്. അത് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് അവരുടെ മൂലസ്ഥാനം. ഇവിടെയാണ് അവരുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയണത്. നമ്മൾ ഈ വള ഇവിടെ കൊടുക്കേണ്ടത്. നമുക്കിങ്ങനെ പോയി നോക്കാം. ഈ ഒരു ഏരിയ ഒക്കെ കാണുമ്പോൾ എനിക്ക് അച്ഛൻ്റെ നാടൊക്കെ പോലെ, നമ്മുടെ പാലക്കുന്ന്, ഞങ്ങളുടെ അച്ഛൻ്റെ നാട് കാസർഗോഡ് ജില്ലയിൽ അവിടെയൊക്കെ പോലെ തോന്നും. കാരണം ചെറിയൊരു ഇങ്ങനെ ഒരു തോട് പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ മൊത്തം അടക്കത്തോട്ടവും കാര്യങ്ങളാണ് കിട്ടുക. പിന്നെ ഇവിടെ ഇവർ കുരുമുളകും വെച്ചിട്ടുണ്ട്. കുരുമുളക് അശ്വിൻ ശരിക്കും വീഡിയോ എടുക്കാൻ വന്നത് ഇവിടെ ഒരു പീക്കോക്കിൻ്റെ കരച്ചിലിൻ്റെ സൗണ്ട് കിട്ടും. അപ്പോൾ അവൻ ആ മയിലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അത് കാണാൻ പറ്റില്ല. വീഡിയോ എടുക്കുമ്പോഴേക്കും ആ സൗണ്ട് പോയി. നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടത്. ഭയങ്കര പീസ്ഫുള്ളായി ഈ ഒരു സ്ഥലം. ഈ നല്ല കാറ്റും നല്ല തണുപ്പും അങ്ങനെയൊക്കെയുണ്ട്. അനിത്ത മയ്യോ അല്ലോ ಬರ್ತೀರಾ? അശ്വിൻ്റെ ഫാമിലി കുറച്ചധികം സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അതായത് അവർക്ക് ഈ അമ്പലവും ഇതുപോലത്തെ സ്വാമികളും മഠങ്ങളൊക്കെ ഭയങ്കര കാര്യമുള്ള ആൾക്കാരാണ്. പക്ഷേ അശ്വിൻ ഒന്നിലും താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ. ഞാൻ പക്ഷേ ഇതുപോലെ അമ്പലങ്ങളിലൊക്കെ വരാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ വേറെ എവിടെ അങ്ങനെ പോകാറില്ല. അശ്വിന് ഒട്ടും താല്പര്യമില്ല. അശ്വിൻ ഞങ്ങളിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. എല്ലാത്തിനും ദൂരം നിൽക്കും. അമ്പലത്തിലൊന്നും പൈസ കൊടുക്കാനൊന്നും അശ്വിൻ സമ്മതിക്കില്ല കേട്ടോ. അശ്വിനൊന്നും ഇഷ്ടമല്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോന്ന് പറയും. അങ്ങനെ പക്ഷേ നല്ല നല്ലൊരു ഏരിയ, നല്ല ആംബിയൻസ് കേട്ടോ. ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്.
ഇതാണ് ഇവിടുത്തെ പ്രസാദം. നമ്മളിവിടെ താഴെ ഇരുന്നു കേട്ടോ. എനിക്കുണ്ടല്ലോ ഈ അമ്പലത്തിലെ ഭക്ഷണമില്ലേ, വേടമ്മ ബാരമ്മ, എനിക്ക് അമ്പലത്തിലെ ഭക്ഷണമില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പെട്ടെന്ന് വിശക്കും. കഴിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നു. ബാരമ്മ ഈ ജോഗ് ഫോൾസിന്റെ അടുത്ത് ലിങ്കൻ മക്കി എന്ന് പറഞ്ഞൊരു ഡാം ഉണ്ട്, ലിങ്കൻ മക്കി. അപ്പോൾ നമ്മളിവിടെ പെർമിഷനൊക്കെ എടുത്തിട്ട്, പക്ഷെ ഇവിടെ എപ്പോഴും നമുക്ക് പോകാൻ പറ്റില്ല, പെർമിഷനൊക്കെ വേണം. അപ്പോൾ നമ്മൾ അതിൻ്റെ പെർമിഷനൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ അതിൻ്റെ പേപ്പേഴ്സൊക്കെ കാണിക്കണം. ಮಳೆಯಾಗೋದಕ್ಕೆ ನೀರು ಕಲರ್ ಚೇಂಜ್ ಆಗಿಲ್ಲ, ಒಂಥರ ಕಲರ್ ಬೇರೆ ಕಲರೇ ಬೇರೆ ಐತಿ, ಗ್ರೀನ್ ಗ್ರೀನ್ ಒಂಥರ ഗ്രീൻ അല്ല. ഇതാണ് അവരുടെ പവർ ഹൗസ്. ഈ കാണുന്നതിൻ്റെ ബാക്ക് സൈഡിലാട്ടോ ഡാം. നമുക്ക് ഭയങ്കര ഫോഴ്സ് കിട്ടോ വെള്ളത്തിന്. ഞങ്ങൾ ഈ നടക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഭൂമി ഇങ്ങനെ കുലുങ്ങുന്ന പോലത്തെ സൗണ്ടാ. ഈ വെള്ളത്തിന്റെ ഫോഴ്സ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞ പേടിയാ വന്നിട്ട് കേട്ടോ. നമുക്ക് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ ഇവിടെ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ആരെങ്കിലും ഷിമോഗ ഇവിടെയൊക്കെ വരുന്നവർക്ക് ഈ ലിങ്കനമക്കി ഡാം വന്നിട്ട് കാണാം കേട്ടോ. പിന്നെ ഇതിനകത്ത് അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പവർ ഹൗസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലൂ പ്രിൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷേ അവർക്ക് ഫസ്റ്റ് തന്നെ അവർ പറയും കേട്ടോ ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ നാടിൻ്റെ ഒരു കാര്യമല്ലേ, നമ്മുടെ നാടിൻ്റെ ഒരു സെക്യൂരിറ്റിയുടെ കാര്യമല്ലേ, അപ്പം നമ്മളും അതൊക്കെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവർ പറയും ഫോട്ടോസൊന്നും ഒരുപാട് എടുക്കേണ്ട വീഡിയോസൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡാമിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ. ഇത് പുറത്തേക്കുള്ളൊരു വഴിയാണ്, എക്സിറ്റിൻ്റെ അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ എക്സിറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാനൊരു ഫോട്ടോ കൂടെ എടുത്തത്. പിന്നെ ആ എൻട്രൻസിൻ്റെയും അപ്പുറത്ത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിച്ചത്. ആ ഒരു വെള്ളം വീഴുന്നത് അതിൻ്റെ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ വഴി അങ്ങ് തിരിച്ചു പോവുകയാണ്. നമുക്ക് വീട്ടിലേക്ക് പോകാൻ ഇതുവഴി ഒരു വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ നടക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുമില്ല. വണ്ടി വളരെ ചെറിയ സ്പീഡിൽ, ഒരു 20 അത്രയ്ക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും കൂടി നല്ലൊരു ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യുന്ന ഫുൾ ഫാമിലി ആയിട്ട്. കണ്ണു ഹാപ്പിയാണോ? കണ്ണിന് ഇഷ്ടമായോ? നമ്മളടുത്ത് എവിടെയും ഫോട്ടോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഇത്രയും നല്ല ക്ലോസ് ആയിട്ടുള്ള സ്ഥലം കിട്ടി. ഇവിടെ കർണാടകയിൽ ഒരുപാട് ഡാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഡാം ആദ്യമായിട്ട് കാണുക. പിന്നെ നമ്മുടെ തുംഗഭദ്ര ഡാം ഉണ്ട്. അങ്ങനെ ഇവിടെ കുറേ നദികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ തുംഗഭദ്ര ഡാം ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഇനിയൊരു പ്രാവശ്യം തുംഗഭദ്ര ഡാമും ഹംപിയും ഒക്കെ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാച്ച ഇപ്പോൾ വരുന്ന വഴിക്ക് പറഞ്ഞു നമുക്ക് അവിടെ ഇതുപോലെ വെള്ളം നിറഞ്ഞ് ഇതുപോലെ വെള്ളമൊക്കെ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്, നമുക്ക് ഒരു പ്രാവശ്യം പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് 130 അത്രയെന്തോ കിലോമീറ്ററേ ഉള്ളൂ. അപ്പം നമ്മൾ അതും ഒരു ദിവസം പോകുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ട് സ്ഥലം കേട്ടോ. അപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം ഇവിടെ ഇരിക്കാം. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്നാക്കൊക്കെ കഴിക്കുന്നുണ്ട്. ഇതാ അവരവിടെ പഴവും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. ഞാൻ കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാനും അശ്വിനും കണ്ണും സാധാരണ നമ്മൾ വെക്കേഷനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ മാത്രമേ പോകാറുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഇൻലോസിൻ്റെ കൂടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞങ്ങളുടെ മാത്രം ഒരു ടൈം ഉള്ളത് വേണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ആരെയും കൊണ്ടുപോകാറില്ല, അവരായിട്ട് നമ്മുടെ കൂടെ വരാറുമില്ല. ഞാൻ ഈ ഒരു പോളിസി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ മിക്ക ദിവസങ്ങളിലും വീട്ടിൽ തന്നെ അല്ലേ, അതുകൊണ്ട് തന്നെ അത് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്ക് നമ്മളെല്ലാവരും ഫുൾ ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യും, ഇപ്പം അമ്പലങ്ങളോ അതുപോലത്തെയൊക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പോയി വരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ.
അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പം അവർക്ക് വിഷമമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവരൊരു വൺ ഡേ ട്രിപ്പൊക്കെ പോകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നു, അതുപോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ ട്രിപ്പിന് പോകുന്നതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ വലിയ വലിയ ട്രിപ്പിനും കാര്യങ്ങളും കുറേ ദിവസം നമ്മൾ എവിടെയെങ്കിലും പോയി താമസിക്കുമ്പോൾ അവർക്ക് വലിയ വിഷമമോ നമ്മളോട് വലിയ ദേഷ്യമൊന്നും വരില്ല. അങ്ങനെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്താണ് കേട്ടോ. അപ്പോൾ എവിടെ പോകണം എന്ന് കുറേ ആലോചിച്ചു. അപ്പോൾ നോക്കുമ്പോഴേക്കും ജോഗ് ഫോൾസ് നമുക്ക് അടുത്താണ്. പിന്നെ ഞാൻ ജോഗ് ഫോൾസിലോട്ട് കുറേ നാൾ മുന്നേ പോയതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഞാനും അമ്മയും അശ്വിനും കണ്ണും അനിത്തമ്മയും കൂടെ വരാനായിരുന്നു പ്ലാൻ. ചാച്ച വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവർ പോയി സംസാരിച്ചപ്പോഴേക്കും ചാച്ച പറഞ്ഞാൽ ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ ചാച്ചയും കൂടെ പ്ലാനിൽ ഇല്ലായതാണ്. പക്ഷെ നമ്മളെല്ലാവരും കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഈ ഒരു വീഡിയോ എന്താ പറയുക, എനിക്കിത് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. രാവിലെ ഇങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും ഞാനൊരു ഇൻട്രൊഡക്ഷൻ എടുത്തതേ ഉള്ളൂ. അവിടെ പോകുമ്പോൾ എന്താവും ആ ജോഗ് ഫോൾസ് സത്യം പറഞ്ഞാൽ ഒന്നും കാണാനുണ്ടായിരുന്നില്ലല്ലോ. ശരിക്കും മൊത്തം ഫോഗ് നിറഞ്ഞതില്ല. അപ്പോൾ ശരിക്കും എനിക്ക് ഒന്നും കിട്ടി. ഈ ഒരു ലിംഗനമക്കി ഡാമിൽ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യില്ലായിരുന്നു. കാരണം ആ ഒരു ഫോഗ് നിറഞ്ഞ ജോഗ് ഫോൾസ് മാത്രം കാണിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞു വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. കണ്ണു പറയൂ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പറയൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.